തിരക്കിലാണോ? അതെ, കുറച്ച് തിരക്കിലാണ്. നീ അവനെ വിളിച്ചോ? അതെ, ഞാൻ അവനോട് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. കോൺവെർസേഷൻ ആണല്ലേ, രണ്ടാൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് കോൺവെർസേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ഈ സെന്റൻസസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നീ തിരക്കിലാണോ? തിരക്കിലാണോ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ബിസി. തിരക്ക് എന്നുള്ളതിന് ബിസി എന്നാ പറയാ. സോ നീ തിരക്കിലാണോ? ആർ യു ബിസി? ആർ യു ബിസി? വേണമെങ്കിൽ നമുക്ക് റൈറ്റ് നൗ ആഡ് ചെയ്യാം. നീ ഇപ്പൊ ബിസി ആണോ? ആർ യു ബിസി റൈറ്റ് നൗ? അതെ, കുറച്ച് തിരക്കിലാണ്. മറുപടി പറയുന്നതാണല്ലേ അതെ. യെസ്, കുറച്ച് തിരക്കിലാണ്. ഐ ആം എ ലിറ്റിൽ ബിസി റൈറ്റ് നൗ. ഐ ആം എ ലിറ്റിൽ ബിസി റൈറ്റ് നൗ. നീ അവനെ വിളിച്ചോ എന്നുള്ളതിന് എന്താ ചോദിക്കുക? നീ അവനെ വിളിച്ചോ? ഡിഡ് യു കോൾ ഹിം? ഡിഡ് യു കോൾ ഹിം? അടുത്ത സെന്റൻസ്, അതെ, ഞാൻ അവനോട് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റാം? യെസ്, ആദ്യം എന്നുള്ളത് യെസ്. ഐ ഹാവ് ഓൾറെഡി സ്പോക്കൻ ടു ഹിം എന്ന് പറയാം. ഐ ഹാവ് already spoken to him. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ സ്പോക്കൺ യൂസ് ചെയ്തത്? സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് വേർബിന്റെ തേർഡ് ഫോമാ വരിക. സംസാരിക്കുക, സംസാരിച്ചു, സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പോക്കൺ യൂസ് ചെയ്തത്. സോ വേർബിന്റെ തേർഡ് ഫോം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ സബ്ജക്റ്റ് നോക്കിയിട്ട് ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാഡ് ആഡ് ചെയ്യണം. ഇവിടെ ഐ ആയതുകൊണ്ട് ഹാവ് വരും. അപ്പൊ ഐ ഹാവ് സ്പോക്കൺ, ഐ ഹാവ് ഓൾറെഡി സ്പോക്കൺ ടു ഹിം. ഇതുപോലെ നിങ്ങൾക്ക് കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ടോ പാരൻസും ആയിട്ടോ വീട്ടിലുള്ള ആരെങ്കിലും ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ ഇതുപോലെ മോർ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഒന്ന് ഫോളോ കൂടെ ചെയ്തു വെക്കുക. താങ്ക് യു. English Mitra. Stop worrying, start learning.